ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആൻറ്റിയും കൂടിയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. ആൻറ്റിയുടെ പേര് ഷെർലി റോഡ്രിക്സ് എന്നാണ്, ഞാൻ ഷെല്ലു എന്ന് വിളിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്കപ്പോൾ ബിരിയാണി ഉണ്ടാക്കണതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. 3 കിലോ ചിക്കൻ്റെ ഇറച്ചിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴുകി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 1/2 ചെറുനാരങ്ങയുടെ നീര്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ചെറുനാരങ്ങ നീര്, 1/2 ചെറുനാരങ്ങയുടെ നീരാണത്. അപ്പം നമുക്ക് ഇത് മിക്സ് ചെയ്യാം. മീഡിയം പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ സബോള ഇട്ട് വറുക്കുകയാണ്. സബോള ഇടുമ്പോൾ നമ്മൾ തിരുമ്പി ഇടണം. എണ്ണ വളരെ കുറവായിട്ടുള്ള ഒരു ബിരിയാണി ഇത്. അപ്പോൾ നമ്മൾ ഇത് വറുത്ത് കോരി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വറുക്കുന്നതും. നമ്മൾ കോരി എടുക്കുകയാണ്. മുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ തേച്ച് നമ്മൾ നല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണിത്. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കാൻ പോവുകയാണ്. നല്ല പാകമായിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. നമ്മ അപ്പോൾ അത് കോരി എടുക്കുകയാണ്. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി മസാല ഉണ്ടാക്കുന്നത്. നല്ലോണം ചൂടായിട്ട് ഞാൻ കുറച്ച് എണ്ണ മാറ്റി. എണ്ണ കൂടുതലായിരുന്നു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതിട്ട് ഞാൻ തക്കാളി ഇടേനെ. വെളുത്തുള്ളി നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. അതിനാണ് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നത്. നല്ലോണം ഇളക്കി നമ്മൾ കല്ലുപ്പിടയാണ്. മസാലയ്ക്ക് ആവശ്യമായ കല്ലുപ്പിട്ടാണ് മൂടി വെച്ചേക്കുന്നു. ഒരു കളറ് മൂടി തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടയും. അപ്പോൾ നമ്മൾ തക്കാളി ഉടഞ്ഞിട്ടുണ്ടാകും നോക്കാം. നല്ലോണം തക്കാളി ഉടഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് വറുത്ത് വെച്ച ചിക്കനും ഇടുന്നു. അതിൻ്റെ കൂടെ നമ്മൾ സബോള അതൊന്നും ഇടുന്നില്ല.
ഇടുമ്പോൾ കുറച്ച് പൊടിച്ചിടണം. നമ്മൾ 6 സബോളയാണ് ഇവിടെ എടുത്തത്, അതെല്ലാം ഇടണ്ട. കുറച്ച് നമുക്ക് കുറച്ച് മല്ലിയില ഇടയാണ്, കുറച്ച് പുതിനയില. മല്ലിയിലും പുതിനയിലും ഇട്ടപ്പോൾ നല്ല മണമാണ്. ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ടുള്ള കൊതിയാകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തൈരും കൂടെ ഇടുമ്പോൾ പിന്നെ കുറച്ച് തൈരും കൂടെ നമുക്ക് കുറച്ച് തൈരിടേന്, 1 സ്പൂൺ തൈര് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇറക്കി വയ്ക്കുകയാണ്. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ച ശേഷം ആ കോഴി വറുത്ത എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3 ബേ ലീഫ്, പട്ട, കറിയാമ്പ്, ഏലക്ക അതെല്ലാം. അതിനുശേഷം ഇതിൽ 3/4 പാത്രം വെള്ളം. ഒന്നര പാത്രം വെള്ളമോട് വേണ്ട 3/4 പാത്രം നമ്മൾ ഒഴിച്ച് ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ ഇടുള്ള പാത്രത്തിൻ്റെ വെള്ളമാണിത്. അതും കൂടെ ഒഴിച്ചാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ്, ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ നമ്മ വെള്ളം തിളച്ചിട്ടുണ്ട്. കല്ലുപ്പാണ് ഇടുന്നത്. ഞാൻ കല്ലുപ്പാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ അരി ഇടുന്നു. അരി ഞാൻ കഴുകി വാരി വെച്ചിട്ടുള്ളൂ, കുതിർത്തിയിട്ടൊന്നുമില്ല, കഴുകി വാരി വെച്ചിട്ടുള്ളൂ. 2 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ 1.5 കിലോ അരിയാണത്. നമ്മുടെ ഇഷ്ടം പോലെ വലിയ അരി, ജീരകശാല അല്ലാതെ മറ്റുള്ള അരികൾ, വലിയ അരികൾ, ബിരിയാണി അരി ഏത് അരിയിൽ വെക്കുക. നമ്മളിപ്പോൾ ഈ അരിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവുകയാണ്. തുറന്ന് നല്ല വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട്. തീയെല്ലാം മാറ്റി ഇനി കുറച്ച് തീ കോരി മുകളിലിടരുത്. അതിന് പാകമായിട്ടുണ്ട്. തീ കോരിയിട്ട് കഴിയുമ്പോൾ ആ ചൂടിൽ കിടന്ന് അടിയിൽ തീയിൽ മുകളിലെ തീയിൽ വെന്തോളൂ. 3/4 വേവ് ആയാൽ മതി. നമുക്ക് ചിക്കനും കൂടെ ഇട്ട് ഒന്നും കൂടെ മൂടിയിട്ട് കഴിയുമ്പോൾ പാകമായി. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മൾ അടപ്പാക്കി. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി അരി നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല പൂ പോലെ ഉണ്ട്. ഒരു ഒട്ടും വെള്ളമില്ലാണ്ട് ഒട്ടാണ്ട് നല്ലതാണ്. അപ്പം നമ്മൾ ഇനി ഇത് ഒരു സൈഡിലേക്ക് ഒതുക്കുകയാണ്. ഗ്യാസിൽ വയ്ക്കുകയാണെങ്കിൽ ചെറിയ അടുപ്പിൽ വയ്ക്കുക, കുറച്ച് വയ്ക്കുക. അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ എല്ലാവരും മാറ്റണം. ചിക്കൻ എടുക്കുക. ചിക്കൻ ഇടണം. അടിയിൽ കുറച്ച് ചിക്കൻ നിരത്തി
കുറച്ച് ചോറിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാരറ്റ് ഇടുന്നു. ക്യാരറ്റ് ഓപ്ഷനല്ല കേട്ടോ, പൈനാപ്പിൾ കൂടെ ഇടാം, ഓപ്ഷനല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഈ ചോറല്ല അപ്പുറത്തേക്ക് ഇടാം. എണ്ണ വളരെ കുറവായിട്ടുള്ള ബിരിയാണിയാണ്. എണ്ണ നെയ്യൊന്നും കൂടുതലില്ല, വളരെ കുറവായിട്ട് ചെയ്യുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളൊരു 1/2 സ്പൂൺ മസാലപ്പൊടി, ഞാനിത് വീട്ടിലുണ്ടാക്കുന്നതാണ്. മസാലപ്പൊടി ചിക്കൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ പുറത്ത് നമ്മൾ ആ സബോള ഇടുന്നു. സബോള വറുത്തിട്ട് മല്ലിയിലയും പുതിനയിലയും ചിക്കനിലിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് എടുത്ത് വെച്ചിരുന്നത് ഇടുന്നതാണ്. കാഷ്യൂട്ട് ബദാം മുന്തിരി എല്ലാം വറുത്ത് കോരി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ടേസ്റ്റിയാണ്. ഓയിൽ വളരെ കുറവാണ്. എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടുമ്പോൾ തന്നെ പറഞ്ഞു നോക്കാം. നല്ല മണം ഉണ്ടല്ലോ, അടിപൊളി ഉണ്ടല്ലോ മണം, ഭയങ്കര മണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അത് സെറ്റായിട്ടുണ്ട്, അടിപൊളി മണമുണ്ട്. ഫ്രണ്ട് കഴിച്ച് നോക്കണോ? കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഞാൻ അരിയുടെ കണക്ക് പറയാം. അരി വന്ന് 1.5 കിലോ അരിയാണ് എടുത്തത്. ഈ ബൗളിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1.5 കപ്പൊന്ന് ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു. 1.5 കപ്പല്ല, 3 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ഫ്രൈനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല ചൂടുള്ള ബിരിയാണിയാണ്. നല്ല മണമുണ്ട്. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. നമ്മളൊരു 1/2 hour ഉണ്ടാക്കുക. കോഴി മാത്രം കുറച്ച് മുളക് തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുമോ, 10 മണിക്കോ രാത്രി വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ലവണ്ണം പിടിക്കും, മുളകും എല്ലാം നല്ലവണ്ണം പിടിച്ചിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ഉഗ്രൻ സാധനം. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒന്നാന്തര ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വായിന്ന് വെള്ളം ഊറും ഇത് കാണുമ്പോൾ തന്നെ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.